2025 നീറ്റ് എക്സാമിനേഷനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ദ ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വെൻ എ പോളറോയിഡ് ഷീറ്റ് പ്ലേസ് ബിറ്റ്വീൻ ടു ക്രോസ്ഡ് പോളറോയിഡ്സ് at 22.5 from the polarization axis of one of the polaroids is. ഇവിടെ ഞാൻ ഫിഗർ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു. രണ്ട് ക്രിസ്റ്റൽസ് ക്രോസ്ഡ് ആയി വെക്കുന്നു. ക്രോസ്ഡ് ആയി വെക്കുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രീസ്. അതിനിടയിലേക്ക് നമ്മൾ മറ്റൊരു ക്രിസ്റ്റലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്രിസ്റ്റലുകൾ തമ്മിലുള്ള ആംഗിൾ 22.5 ആണെങ്കിൽ തന്നിരിക്കുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 - 22.5 ആയിരിക്കും. കാരണം ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്രിസ്റ്റൽസ് തമ്മിലുള്ള ആംഗിൾ 90 - 22.5 വരണം. നമുക്കിവിടെ മാലിസ് ലോ നേരിട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെയുള്ള ഇന്റൻസിറ്റി നമ്മൾ എങ്ങനെ എഴുതും? I0 cos square 22.5 എന്ന് എഴുതാം അല്ലേ? അതേ ലോജിക്ക് വെച്ച് നമുക്ക് ഇവിടെയും മാലിസ് ലോ അപ്ലൈ ചെയ്യാം. I2 എങ്ങനെ എഴുതുക? ഇതിലേക്ക് വരുന്ന ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് ഇവർ തമ്മിലുള്ള ആംഗിൾ, അതായത് ഈ കാണുന്ന ആംഗിൾ. അപ്പൊ ഞാനത് എഴുതാം. I0 cos square 22.5 ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ്, ഇതാണ് അതിലേക്ക് വരുന്ന ഇന്റൻസിറ്റി, ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് ഈ ആംഗിൾ 90 - 22.5. മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കോസ് 90 - θ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ് അല്ലേ? അപ്പൊ ഇവിടെ I0 cos square 22.5നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ കാണുന്ന കോസ് സ്ക്വയറിനെ സൈൻ സ്ക്വയർ 22.5 എന്ന് എഴുതി. ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നടത്താം. I0/4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, കോമ്പൻസേറ്റ് ചെയ്യാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 ഇൻറ്റു കോസ് സ്ക്വയർ 20.5 സൈൻ സ്ക്വയർ 20.5. ഈ നിൽക്കുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റയുടെ സ്ക്വയർ ആണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റയുടെ സ്ക്വയർ ആണ്. നോക്കൂ, 2ന്റെ സ്ക്വയർ 4, സൈൻ തീറ്റയുടെ സ്ക്വയർ കോസ് തീറ്റയുടെ സ്ക്വയർ. 2 സൈൻ തീറ്റ കോസ് തീറ്റയെ നമ്മൾ സൈൻ 2 തീറ്റ എന്നൊരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് സൈൻ ഓഫ് 2 ഇൻറ്റു 22.5 എന്ന് എഴുതാം, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, സോ I0/4 ഇൻറ്റു സൈൻ 45 ആണ് ഈ കാണുന്നത്. 2 ഇൻറ്റു 20.5. സൈൻ 45ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1/√2ന്റെ സ്ക്വയർ 1/2 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്താൽ I0/8 എന്ന ആൻസർ വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ.